ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ടാരറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ്, നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ്സ് എന്താണ് നോക്കാം. 7 ഓഫ് എയറിൻ്റെ എനർജിയാണ്. ഇതൊരു 7 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഇന്നത്തെ ദിവസം കുറച്ചൊന്ന് ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇന്നത്തെ ദിവസം നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ പാസ്റ്റ് ചെയ്ത ഒരു അബദ്ധത്തിൻ്റെ ആ ഒരു ഫലം ചിലപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടായിരിക്കണം. ഈ 7 ഓഫ് സോഡ്സ് എന്ന് പറയുന്നത് ഈ ഒരു കാർഡ് ഇതൊരു പ്രൊട്ടക്ഷൻ്റെ കാർഡാണ് കേട്ടോ. നിങ്ങൾക്ക് പാസ്റ്റിൽ ചിലപ്പോൾ നിങ്ങൾ ചെയ്തത് അബദ്ധമാണ് ഇപ്പം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടായിരിക്കുക. അല്ലെങ്കിൽ പക്ഷേ അത് നിങ്ങൾ ഭയപ്പെട്ടിരുന്നത് പോലെ ഒരു കാര്യവും സംഭവിക്കാതെ അത് നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ പാസ്റ്റിൽ ചിലപ്പോൾ ഇതിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ കയ്യിൽ നിന്നൊരു അബദ്ധം പറ്റിപ്പോയതിൻ്റെ ഫലമായിട്ടുള്ള ഒരു ടെൻഷൻ ഉണ്ടല്ലോ അത്. പക്ഷേ ഇന്ന് യഥാർത്ഥത്തിൽ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ശരിക്കും പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് നിങ്ങൾക്ക് ഒരു തോന്നൽ വരുന്നൊരു സമയമാണ്. നിങ്ങൾക്കത് തിരിച്ചറിവ്, അങ്ങനത്തെ നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ള തിരിച്ചറിവുള്ളൊരു സമയമാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ ഇന്നലത്തെ റീഡിംഗ് ആണോ മെനിയാമത്തെ റീഡിംഗ് ആണോ എന്ന് അറിഞ്ഞൂടാ, ഒരു കമൻറ്റ് കണ്ടു. 8 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ആദ്യം വന്ന ഒരു കാർഡിൻ്റെ അർത്ഥം ഞാൻ വേറൊരു ഇതിൽ പറഞ്ഞു എന്ന്. നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഈ റൈഡർ വൈറ്റിൻ്റെ ആ ഒരു ടാരോ കാർഡ്സിൻ്റെ മീനിങ് ആയിരിക്കണം എന്നില്ല. വേറെ പലരും അവരുടെ ഭാവനയ്ക്ക് അനുസരിച്ചാണ് അതിന് മീനിങ് കൊടുക്കണത്. അപ്പോൾ ഒരിക്കലും റൈഡർ വൈറ്റിൻ്റെ ടാരോ കാർഡ്സിൻ്റെ മീനിങ് അത് വേറെയാണ്. വേറെ പിന്നെ വന്ന ഒരുപാട് ആൾക്കാർ ഒരുപാട് ടാരോ കാർഡ്സ് ഉണ്ടാക്കി. പക്ഷേ അവരുടെ ഭാവനയ്ക്ക് അനുസരിച്ചുള്ള മീനിങ്സ് വേറെയാണ് പലപ്പോഴും. എല്ലാം നമ്മളത് കാണാതെ പിടിച്ച് വയ്ക്കും. മജീഷ്യൻ ഇങ്ങനെയാണ്, 7 ഓഫ് പെൻറ്റക്കിൾ ഇങ്ങനെയാണ്, 8 ഓഫ് പെൻറ്റക്കിൾ ഇങ്ങനെയാണ്. പക്ഷേ അത് ഓരോരുത്തരും ചെയ്തതനുസരിച്ച് അത് വേറെ വേറെ മീനിങ് മാറിക്കൊണ്ടേയിരിക്കും കേട്ടോ. റൈഡർ വൈറ്റിൻ്റെ മാത്രം ടാരോ കാർഡ്സിനാണ് അങ്ങനെയുള്ള ആ ഒരു മീനിങ് കിട്ടണത്. നമ്മൾ ഈ ഗൂഗിൾ ചെയ്താൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പുസ്തകം വാങ്ങി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ നമ്മളെ പഠിപ്പിക്കുന്ന ആൾക്കാർ അത് പഠിപ്പിച്ചിരുന്നത് അവർ റൈഡർ വൈറ്റ് മാത്രമേ പഠിപ്പിക്കുള്ളൂ. പക്ഷേ നമുക്ക് കിട്ടുന്ന വേറെ കുറേ കാർഡ്സുകൾ ഈ മീനിങ് എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മീനിങ്സ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് മനസ്സിലാക്കണം കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഈ കമൻറ്റ് ചെയ്ത ആ ഒരാൾ മനസ്സിലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ്. നമ്മൾ പിന്നെ ടാരോ എന്ന് പറയുന്നത് ഇൻഡ്യൂഷൻ കൊണ്ട് ചെയ്യുന്നൊരു കാര്യമാണ്. ഒരിക്കലും അതിൻ്റെ ഒരു മീനിങ് ഉണ്ട്. ആ ഒരു മീനിങ് തന്നെ അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിറ്റുവേഷൻ പറയാൻ പറ്റില്ല. ടാരോ എപ്പോഴും ഇൻഡ്യൂഷനും കൂടെ ചേർത്ത് മാത്രം പറഞ്ഞാൽ അത് കറക്റ്റായിട്ട് അതിൻ്റെ റീഡിങ് കറക്റ്റായിട്ട് വേണമെങ്കിൽ അത് ഇൻഡ്യൂഷൻ വേണം. അല്ലാതെ നമുക്ക് ജസ്റ്റ് ടാരോ അർത്ഥം മാത്രം വെച്ച് പറയാനേ പറ്റുള്ളൂ. അതൊരിക്കലും ചിലപ്പോൾ നമുക്ക് കണക്റ്റ് ആകണമെന്നില്ല, അത് റിയൽ ആയിരിക്കണം എന്നില്ല. അത് ഞാൻ പെട്ടെന്ന് ഓർത്തു, അത് പറഞ്ഞതാണ്. 5 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. ഇതിൽ ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടായേക്കാം എന്നുള്ളതാണ് കേട്ടോ. ഇന്നത്തെ ദിവസം നിങ്ങൾ വിചാരിച്ച പോലത്തെ ഒരു കാര്യം നടക്കാതെ ഒരു നിരാശ നിങ്ങൾക്ക് ഉണ്ടായേക്കാം. അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾ ആഗ്രഹിച്ച എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാത്തതിൻ്റെ ഒരു വിഷമം അത് നിങ്ങൾക്ക് ഈ ഒരു സമയം ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഇതിൽ റിഗ്രറ്റ് ഉണ്ട് എന്നുള്ളതാണ്. പാസ്റ്റിൽ നിങ്ങൾ ചെയ്ത കാര്യത്തിന് റിഗ്രറ്റ്. ഇപ്പം ഈ ആദ്യത്തെ കാർഡും അതാണ് പറയണത്. നിങ്ങൾ ചെയ്തിരുന്ന എന്തോ ഒരു കാര്യം അതൊരു മിസ്റ്റേക്കായിരുന്നു, അതിൽ ഭയങ്കര റിഗ്രറ്റിലിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഫോർഗിവ്നെസ് കൊടുക്കുക. നമുക്ക് തെറ്റ് പറ്റാത്ത മനുഷ്യരാരും തന്നെ ഇല്ലെന്ന് മനസ്സിലാക്കുക. നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്ന പോലെ നമ്മളോടും ക്ഷമിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മളെന്നുള്ളതാണ്. അപ്പോൾ നമ്മളോട് ക്ഷമിച്ചു കൊടുക്കുക, പുറത്തു കൊടുക്കുക, നമ്മളെ സ്നേഹിക്കുക. അത് അല്ലാതെ നമ്മളെ കുറ്റപ്പെടുത്തി എപ്പോഴും നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കാതിരിക്കുക.
ഏസ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. പുതിയ തുടക്കമാണ്. പുതിയൊരു ഓഫറുമായിട്ട് ആരോ നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പം ചില ആൾക്കാർക്ക് ഇതൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ആക്ഷൻ എടുക്കുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ്. അത് ചിലപ്പോൾ ഫാഷൻ സംബന്ധമായ എന്തെങ്കിലും കാര്യമായിരിക്കാം, ഫാഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം, അങ്ങനത്തെ ഒരു എനർജി, ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അത് ഏറ്റവും നല്ലതാണ്. ഒരു ക്രിയേറ്റീവ് ഐഡിയ നിങ്ങൾക്ക് ഇന്ന് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് കാണുന്നത്. 6 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഇതിൽ ഒരു കുറേ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് നിങ്ങളൊരു പ്രതീക്ഷയുടെ ഒരു ദുരിതത്തിലേക്ക് പോകുന്ന ഒരു എനർജിയാണ്. അതിലും നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷനുണ്ട്. നിങ്ങൾ വളരെ പ്രത്യാശയിലാണ്, പ്രതീക്ഷയിലാണ്. കുറേ ആൾക്കാർ ഇത് വേറൊരു രാജ്യത്തേക്ക് ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഒരു ത്രില്ലിലാണ്. ഇത് ചിലപ്പം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു രാജ്യമായിരിക്കാം. അവിടെ ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് നിങ്ങൾ അങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. അല്ലെങ്കിൽ അങ്ങനെ പോകാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടായിരിക്കാം. എന്തായാലും മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. മൂൺ കാർഡാണ്. നിങ്ങളുടെ സൈക്കിക് എബിലിറ്റി നിങ്ങളൊന്ന് വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ശരിക്കും അത്രയും ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങൾക്ക് ആ ഒരു എനർജി നിങ്ങൾക്ക് ശരിക്കും അക്സസ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത് ഇത് നിങ്ങൾ ഈ കാണുന്ന ആൾക്കാർ, ഈ റീഡിങ് കാണുന്ന എല്ലാ ആൾക്കാരും ഇൻഡ്യൂട്ടീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഒരുപാട് സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരാണ്. ഒരുപാട് ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉള്ള ആൾക്കാരാണ്. പക്ഷേ എന്തൊക്കെയോ അവർക്കുള്ള ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് തിരിച്ചറിയാൻ പറ്റണില്ല. എന്തോ കഴിവുകളുണ്ട്, ഒരുപാട് കഴിവുകളുണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ അത് പൂർണ്ണമായിട്ട് തിരിച്ചറിയാൻ എന്താണ് നമുക്ക് എന്ത് കഴിവാണുള്ളതെന്ന് തിരിച്ചറിയാൻ പറ്റാതിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട്. 5 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഇതിൽ ഇന്നത്തെ ഒരു എനർജി കൂടുതലായിട്ടും പാസ്റ്റിലെ മിസ്റ്റേക്സിൽ ഫോക്കസ് ചെയ്യുന്ന കുറേ ആൾക്കാർ. നിങ്ങൾക്ക് ചെയ്തു പോയ കുറേ അബദ്ധങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഓർമ്മകളായിരിക്കാം ചിലപ്പോൾ. ഇത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ അത് നിങ്ങളുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് കൊണ്ടോ ശ്രദ്ധക്കുറവ് കൊണ്ടോ ഉണ്ടായ എന്തെങ്കിലും കാര്യമായിരിക്കാം. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചതുപോലെ ആയിരിക്കില്ല കാര്യങ്ങൾ നടന്നത്. ചിലപ്പോൾ നിങ്ങൾ വിശ്വസിച്ച ആൾക്കാർ നിങ്ങളെ ചതിച്ചിട്ടുണ്ടായിരിക്കാം. ആ ഒരു ചതിയുടെ ഇത് ഓർമ്മ നിങ്ങൾക്ക് മനസ്സിൽ നിന്ന് പോകണ്ടായിരിക്കില്ല. പക്ഷേ നിങ്ങൾ ആ മിസ്റ്റേക്സിൽ ഫോക്കസ് ചെയ്യാതെ അത് വിട്ടുകളയുക, ഫോർഗിവ് ചെയ്യുക. അത് നിങ്ങളോടും ഫോർഗിവ് ചെയ്ത് കൊടുക്കുക. ഈ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോടും നിങ്ങൾ ഫോർഗിവ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ്. അല്ലാതെ അത് വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇനി അത് വിട്ടുകളയാൻ ശ്രമിക്കുക, മുന്നോട്ട് പോവുക. 4 ഓഫ് കപ്പ്. ഇന്ന് ഓവറോൾ ഒരു നെഗറ്റീവായിട്ടുള്ള ഇമോഷനിലിരിക്കുന്നു. വിഷമം, ടെൻഷൻ, ഡിപ്രഷൻ, നഷ്ടബോധം, അങ്ങനെയൊക്കെ ഇരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട്. അപ്പം എല്ലാത്തിന്നും ഒന്ന് ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ്. മുന്നിലുള്ള പല കാര്യങ്ങളും ചെയ്യാതെ ഒരു ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടുന്ന പോലത്തെ ഒരു എനർജി. കാരണം നമ്മളിലേക്ക് തന്നെ ഒന്ന് ഒതുങ്ങിയിരിക്കുന്ന ഒരു എനർജി. നമ്മളിലേക്ക് മാത്രം, ഇപ്പം നമ്മളിലേക്ക് ഫോക്കസ് ചെയ്യുക എന്ന് പറയുന്നതും നമ്മളിലേക്ക് മാത്രം, നമ്മളുടെ നെഗറ്റീവ്സിൽ മാത്രം ഫോക്കസ് ചെയ്യുക എന്ന് പറയുന്നത് രണ്ടാണെന്ന് മനസ്സിലാക്കുക. ഒന്ന് ബോറടിച്ച പോലത്തെ, ജീവിതത്തിൽ എന്തോ ഒരു നിരാശ ബാധിച്ച പോലത്തെ അങ്ങനത്തെ ചിന്തയാണ് കൂടുതൽ ആൾക്കാർക്കും. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു ചെറിയ യാത്ര നടത്തുക. ഒന്ന് അമ്പലത്തിലോ പള്ളിയിലോ അല്ലെങ്കിൽ വെറുതെ ഒന്ന് പുറത്തു പോവുകയോ ഒക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളവരൊന്ന് പോവുക. കാരണം ഒന്നും ചെയ്യാനില്ലാത്ത പോലെ മുന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും അതൊന്നും കാണാതെ ഇരിക്കുന്ന ആൾക്കാരുണ്ട് ഇതിനകത്ത്. അപ്പം നിങ്ങളുടെ ആ ഒരു എനർജി ലെവലൊന്ന് ചേഞ്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. ക്യൂൻ ഓഫ് വാൺസിൻ്റെ എനർജിയാണത്. അപ്പം നിങ്ങളുടെ ബുദ്ധിയും നിങ്ങളുടെ കഴിവും നിങ്ങളുടെ അറിവും ഈ ഒരു സമയം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ്. നമുക്ക് ഒരുപാട് കഴിവുകളുണ്ട്, ബുദ്ധിയുണ്ട്, അറിവുണ്ട്, ലോകപരിചയമുണ്ട്, സ്കിൽസ് ഉണ്ട്. ഇതൊക്കെ കാണാൻ ശ്രമിക്കണം. അപ്പം ഇന്നത്തെ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസിൽ നിന്നും ഒക്കെ മാറി നിങ്ങൾ ആ ക്യൂൻ ഓഫ് വാൺസിൻ്റെ എനർജിയിൽ, ഫയർ എനർജിയാണത്. അപ്പം
ആ ഒരു ഫയറാകാൻ തീരുമാനിക്കുക. ഈ ഒരു ഒന്നുമില്ലാത്ത പോലെ മുന്നോട്ട് പോകാൻ പറ്റാത്ത പോലെ ഇരിക്കുന്ന നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഫയർ ഉണ്ടല്ലോ, ഇതിനകത്തൊരു ഒരു നിങ്ങളുടെ ഹാർട്ട് ചക്രയ്ക്കകത്തൊരു ക്രൗൺ ഉണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു ഹാറ്റാണ് ധരിച്ചിരിക്കുന്നത്, തൊപ്പിയാണ് ധരിച്ചിരിക്കുന്നത്, അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് അവിടെ ഒരു കിരീടം വെക്കുക. അപ്പം നമുക്ക് കോൺഫിഡൻസ് കൂടും. അങ്ങനെ ഒരു കാര്യം ഇന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യണം എന്നാണ് കാണുന്നത്. ഹെർമിറ്റാണ്. അപ്പോൾ ഇതിൽ നിങ്ങളെ കണ്ടുപിടിക്കാൻ തുടങ്ങുന്ന ഒരു സമയം, ചിലപ്പോൾ നിങ്ങളെ കണ്ടുപിടിക്കാനുള്ള യാത്രയിലായിരിക്കും ഈ ഒരു സമയം. ചിലപ്പം ഇത് മറ്റുള്ള ആരെങ്കിലും നിങ്ങളെ ഒന്ന് ഒരു പ്രൊമോട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ആരെങ്കിലും നിങ്ങളെ ചിലപ്പം കുറേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ടായിരിക്കാം. ഒരു മെൻറ്റർ, അങ്ങനത്തെ ഒരു എനർജിയാണ്. ചിലപ്പം നിങ്ങൾ മറ്റാർക്കെങ്കിലും ഒരു മെൻറ്റർ ആകുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം മറ്റുള്ളവർ ഇത് നിങ്ങൾ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുന്നതോ അങ്ങനത്തെ ഒരു എനർജിയാണ് കേട്ടോ ഇത്. ഇന്ന് കുറേ ആൾക്കാർക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റും. അല്ലെങ്കിൽ മറ്റുള്ളവർ തരുന്ന ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് നിങ്ങളിലേക്ക് സ്വീകരിക്കും. ഇത് രണ്ടുമാകാം. അപ്പോൾ അങ്ങനത്തെ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വെളിച്ചം കാണിക്കുന്ന ഒരാളിനെ നിങ്ങൾ ഇന്ന് കണ്ടെത്തും എന്നുള്ളതാണ്. ആ ആളിന് നിങ്ങളുടെ ജീവിതം മാറ്റാൻ പറ്റും. 4 ഓഫ് വാണ്ട്സിന്റെ എനർജിയാണ്, സ്റ്റെബിലിറ്റിയാണ്. ശരിക്കും ഒരു സെലിബ്രേഷൻ്റെ മോഡിലാകുക നിങ്ങൾക്ക് ഈ വിഷമിച്ചിരിക്കുന്ന എനർജിയൊക്കെ മാറ്റിയിട്ട് അതൊക്കെ മാറ്റി ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിക്കുക. നമ്മളുടെ ജീവിതം നമ്മൾ തീരുമാനിക്കുന്ന പോലെ ഇരിക്കും കേട്ടോ. നമ്മളാണ് നമ്മളുടെ ഡെസ്റ്റിനി ക്രിയേറ്റ് ചെയ്യേണ്ടത്. നമ്മളുടെ ജീവിതം എങ്ങനെയാകണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ മാത്രമാണ്. അപ്പം നമ്മളതൊന്ന് ആലോചിക്കുക. ഹാർട്ടാണ്. ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികളോടുള്ള ഡീപ്പായിട്ടുള്ളൊരു അഫെക്ഷൻ നിങ്ങൾക്ക് ചിലപ്പോൾ പാസ്റ്റിൽ ഉണ്ടായിരുന്ന ആ ഒരു ഡീപ്പായിട്ടുള്ള അഫെക്ഷൻ നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പോൾ വേദനയായിരിക്കും തരുന്നത്. പാസ്റ്റിൽ അത് ഒരുപാട് സന്തോഷം തന്നിട്ടുണ്ടായിരിക്കാം, പക്ഷേ ഇപ്പോൾ അത് നിങ്ങൾക്കൊരു വേദനയായിട്ട് മാറിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ചിലപ്പോൾ ആ ആൾ ചിലപ്പോൾ നിങ്ങളെ ഇപ്പോൾ കെയർ സ്നേഹിക്കുകയൊന്നും ചെയ്യുന്നില്ലാത്തതിൻ്റെ വിഷമമായിരിക്കാം നിങ്ങൾക്ക് ഇതിന് ആദ്യം കണ്ടത്. ബട്ടർഫ്ലൈ ആണ്. ചേഞ്ച് ഫോർ ദ ബെറ്റർ ആണ്. അപ്പം നമുക്കൊരു മാറ്റം വരുന്നത് ചിലപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്കത് വേദനയാണ് എങ്കിലും ഫ്യൂച്ചറിലൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം. നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. നിങ്ങൾ മറ്റൊരാളിനെ മാത്രം ശരിക്കും സപ്പോർട്ട് ചെയ്ത് അവരുടെ തണലിൽ മാത്രം നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ദൈവം നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതല്ലേ നടക്കുള്ളൂ. അപ്പം അതുകൊണ്ടായിരിക്കണം ഇപ്പോൾ ഒരു വിഷമത്തോടു കൂടി ചിലപ്പോൾ ആ വ്യക്തി നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങളെ കെയർ ചെയ്യാതിരിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്നില്ലായിരിക്കാം. ഇതൊക്കെ നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഒരു നല്ല ചേഞ്ചിന്, നല്ല മാറ്റത്തിന് വേണ്ടിയിട്ടാണെന്നുള്ളതാണ്. മാനാണ്. ഡീലിങ്സ് ഓർ റിലേഷൻഷിപ്പ് വിത്ത് എ മാൻ. ഒരു പുരുഷനുമായിട്ട് ഇന്നത്തെ ദിവസം ഒരു ഡീലിങ്സ് ഉണ്ടാകാം എന്നുള്ളതാണ്. ചിലപ്പോൾ അത് ബിസിനസ് ഡീലിങ്സ് ആകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മെൻറ്ററായിട്ട് വരുന്നത് ഒരു പുരുഷനാകാം. ഫോക്സ് ആണ്. ബിസിനസ്സിൽ കുറച്ചൊരു നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്രയും ഒരു പ്രൊമോഷൻ ഇന്നത്തെ ദിവസം ചിലപ്പോൾ ഒരു ബിസിനസ് ഇന്നത്തെ ദിവസം ചിലപ്പം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നില്ല. ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷം അത് ശരിയാവട്ടെ. രാവിലെ നിങ്ങൾ വിചാരിച്ച എന്തെങ്കിലും ഡീലുകളൊക്കെ മാറിപ്പോയേക്കാം. പക്ഷെ അതിൽ നിങ്ങൾ ഒരു കൗശലം പ്രയോഗിക്കേണ്ട ആവശ്യം കൂടെ ഉണ്ട്. ബിസിനസ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ബുദ്ധിയും തന്ത്രമൊക്കെ പ്രയോഗിച്ച് വേണം അത് മുന്നോട്ട് പോകാൻ. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ കൂടുതൽ അത് ഒന്ന് പ്രയോഗിക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഡോഗാണ്. നിങ്ങളെ ഒരു ഫ്രണ്ട് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ട് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്. റാറ്റാണ്. നിങ്ങൾ വിശ്വസിക്കുന്നതോ നിങ്ങൾക്ക് അറിയാവുന്നതോ ഒക്കെ ആയിട്ടുള്ള ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളുടെ പിറകിൽ നിന്ന് കുത്തുന്നു, അല്ലെങ്കിൽ പിറകിൽ നിന്ന് ചിലപ്പോൾ നിങ്ങളുടെ ആഗ്രഹത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നു,
ചിലപ്പോൾ അത് നിങ്ങൾ ഇപ്പോഴായിരിക്കും മനസ്സിലാക്കുന്നത്, പാസ്റ്റിൽ ചിലപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലായിരിക്കാം. അങ്ങനത്തെ ഒരു വ്യക്തിയെ ചിലപ്പോൾ ഇന്ന് നിങ്ങൾ കണ്ടുപിടിക്കും, നിങ്ങൾക്കത് മനസ്സിലാകും. ഈ വ്യക്തിയാണ് എൻ്റെ ആഗ്രഹങ്ങൾ നടക്കാതിരിക്കാനുള്ള കാരണം. സോറി, വിക്ടറി ഇൻ സം എൻഡവറാണ്. അപ്പോൾ ഇന്ന് ചില കാര്യങ്ങളിൽ ഇന്ന് വിജയമാണ്. അപ്പോൾ കുറച്ച് ഇതിൽ ഇന്നത്തെ ദിവസം 50-50 ആണ് ഇന്നത്തെ ഒരു എനർജി. ഒരു പകുതി നല്ലതുമാണ്, പകുതി മോശമാണ്. അപ്പം നമ്മൾ ആ പകുതി നെഗറ്റീവായിട്ടുള്ള കാര്യത്തെ കൂടി നിങ്ങളൊന്ന് പോസിറ്റീവായിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇന്നത്തെ ദിവസം. അപ്പോൾ അതുകൊണ്ട് അവസാനം കിട്ടിയത് വിക്ടറിയാണ്. അപ്പം വിജയമാണ് ഓവറോൾ എനർജി കേട്ടോ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഇന്നത്തെ ദിവസം. ഈ ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ഇന്നത്തെ ദിവസം ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.